അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കാലത്ത് പുട്ടും പഴവും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പുട്ടും പഴമായ കാരണമാണ് കുഞ്ഞുവിൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. കുറേ നാളായി പുട്ടുണ്ടാക്കിയിട്ട് ഇപ്പൊന്നും നമ്മൾ ഉണ്ടാക്കാറില്ല. പിന്നെ എന്ന് പുട്ടുണ്ടാക്കിയാലും ഇവൻ്റെ മുഖം ഇങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ പുട്ടും പഴവും കണ്ടപ്പോൾ മുഖത്തിനൊരു ഉഷാറില്ല. ഇതെന്തിനാ ഉണ്ടാക്കിയെന്നൊക്കെ എന്നോട് ചോദിക്കുകയാണ്. പിന്നെ പുട്ട് ഉണ്ടാക്കണ്ടേ അല്ലേ? നല്ല ടേസ്റ്റുള്ള പുട്ടാട്ടോ. നമ്മൾ അജ്മി പുട്ട് കൂട്ടുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ അടിപൊളി പുട്ട് കിട്ടും. അപ്പോൾ പിന്നെയുള്ള വിശേഷങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു. നമ്മുടെ ചുരിദാറൊന്ന് ഷേപ്പാക്കാനൊക്കെ ഉണ്ടായിരുന്നു. നാളെ ഒരു കല്യാണം ഉണ്ട് കേട്ടോ. ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ ഇന്ന് കല്യാണത്തിൻ്റെ തലേ ദിവസമായിരുന്നു, ഞങ്ങൾ ശനിയാഴ്ച. അപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസം ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാനുണ്ട്. മൂത്താപ്പാടെ മോൻ്റെ കുട്ടിയുടെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരത്ത് ഞങ്ങൾ പോയി. തലേ ദിവസം ഹാളിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. അപ്പോൾ പോയിട്ട് അപ്പോൾ ആച്ചൂട്ടൻ്റെ പാൻറ്റ് ഞാൻ എന്തായാലും തയ്ക്കായിരുന്നതല്ലേ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേ എന്നെ തയ്ക്കുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഇരിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ എന്തായാലും ഇരുന്ന് കിട്ടിയാൽ പിന്നെ ഓരോന്നൊക്കെ തയ്ക്കും. അപ്പോൾ കുറച്ച് തേക്കാനുണ്ടായിരുന്നു. ചുരിദാറുകളൊക്കെ മടക്കി വെച്ചിട്ട് ആകെ ചുളിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് വെക്കേണ്ടത് കല്യാണത്തിന് രാത്രി പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഷമോൾ കരയാണ് ഇരുന്നിട്ട്. ഞാനും കരുന്നീല, കുഞ്ഞും കരുന്നീല, ആച്ചൂട്ടനും കരുന്നീല, എനിക്ക് മാത്രം കരുന്നീലില്ല പറഞ്ഞിട്ട് അവളിരുന്ന് കരയായിരുന്നു കേട്ടോ. പക്ഷേ ആച്ചൂട്ടൻ കരുന്നീലൊന്നും അല്ലായിരുന്നു. ആച്ചൂട്ടൻ വേറെ കളറായിരുന്നു. എന്നാലും അവൾ കരയുക. അവർക്കൊക്കെ ഞങ്ങളൊക്കെ ഒരേപോലത്തെ കളറാണ്, എനിക്ക് മാത്രം വേറെ കളറാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഒരു കാര്യങ്ങളില്ലേ. അങ്ങനെ നമ്മൾ വീട്ടിൽ പോയിട്ടാണ്, വീട്ടിൽ നിന്ന് ഉമ്മാനെ കൂട്ടിയിട്ടാണ് നമ്മൾ കല്യാണത്തിന് പോയത്. അപ്പോൾ ഇതാ രാത്രി പോകണിട്ട് 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദൂരമാണ് നടന്ന് നമുക്ക് ഓട്ടോറിക്ഷ കിട്ടും. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്ന് പോവായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ മണ്ഡപത്തിലെത്തി. അപ്പോൾ മണ്ഡപത്തിൽ നിന്ന് എനിക്ക് എടുക്കാൻ ഒരു മടി ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇക്കാകെ പറഞ്ഞു, എടുത്തോ കുഴപ്പമൊന്നുമില്ല, കുറച്ചൊക്കെ എടുത്തോ പറഞ്ഞു. അത് കാരണം ഞാൻ അതിന് ശേഷമായിട്ട് ഞാൻ വീഡിയോ പിടിച്ചു തുടങ്ങിയുള്ളൂ. ഇക്കാക പറഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ പിടിച്ചു തുടങ്ങിയത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, നമ്മൾ എല്ലാ മണ്ഡപത്തിലും കയറിയിട്ട് എല്ലാവരെയും വീഡിയോ പിടിച്ചു കഴിഞ്ഞാൽ അതെല്ലാവർക്കും ഇഷ്ടമായിക്കോളണമെന്നില്ലല്ലോ. അപ്പോൾ അകലെ നിന്നിട്ടൊക്കെ എല്ലാവരെയും കുറേശ്ശൊക്കെ അങ്ങനെ വീഡിയോ പിടിച്ചു കേട്ടോ. പോരാ നേരത്താണ് പിടിച്ചത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുന്ന് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. ഒരുപാട് ആൾക്കാരനൊക്കെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കല്യാണങ്ങളൊക്കെ വരണം, എന്നാലാണ് എല്ലാവരെയും കാണുള്ളൂ. എല്ലാവരും അടുത്തടുത്തൊന്നുമല്ല, ഒക്കെ ഓരോ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കല്യാണങ്ങളൊക്കെ ഉണ്ടായാലാണ് എല്ലാവരെയും ഒന്ന് കാണാൻ പറ്റുക. അപ്പോൾ എല്ലാവരെയും കണ്ടു, എല്ലാവരോടും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് സ്റ്റേജും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് എല്ലാവരും പിന്നെ നമ്മളോടുള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. താത്താരും ഉമ്മയും ഇക്കാകാരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. പിന്നെ ഭക്ഷണം ചെന്ന പ്രാവശ്യം തന്നെ കഴിച്ചു കേട്ടോ. പിന്നെ നാളെ ഉണ്ട്, നാളെ കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുണ്ടെന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടം കുറവാണ് തോന്നുന്നുണ്ട്, നമുക്ക് വ്യൂസൊന്നുമില്ല. അപ്പോൾ എല്ലാവരും നാളത്തെ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം.